വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 5, 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആണയിടരുത്, വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടത്തെ പാദപീഠമാണ്. ജെറൂസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആണയിടുക എന്നത് പരിവർജിക്കേണ്ട ഒരു ദുസ്വഭാവം. ആണയിടുക എന്നത് തീർത്തും പരിവർജിക്കേണ്ട ഒരു ദുസ്വഭാവമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. ആണയിടുന്ന വ്യക്തിയിലെ ആത്മവിശ്വാസത്തിന്റെ അഭാവം വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തനിക്ക് തന്റെ വാക്കിൽ തന്നെ വിശ്വാസമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കുമല്ലോ തന്റെ വാക്കുകളുടെ വിശ്വസനീയതയ്ക്കും സ്ഥിരീകരണത്തിനുമായി മറ്റു വസ്തുക്കളെയും മറ്റു വ്യക്തികളെയും ദൈവിക കാര്യങ്ങളെയും ദൈവത്തെ തന്നെയും ആശ്രയിക്കാൻ ഇടവരുന്നത് എന്നുള്ളതാണ് സത്യം. ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്റെ വാക്കിന്റെ സ്ഥിരീകരണം മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാപിക്കാൻ സാധിക്കുക. ഇവിടെ മറ്റൊരു വികല്പം മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. സേവകൻ യജമാനന്റെ റോള് അണിയുന്ന പോലെയുള്ള ഒരു വികല്പം. വെറും സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി വിശ്വസനീയതയ്ക്കും വേണ്ടി ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിന്റെ നാമത്തിൽ ആ സ്ഥിരീകരണം നടത്തുക. ലളിതമായിട്ട് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യതയും ധിക്കാരപരമായിട്ടുള്ള പ്രവർത്തനമാണ് മനുഷ്യന്റേത് എന്ന് വേണം കരുതാൻ. ദൈവത്തെ നാം പറയുന്ന രീതിയിൽ ആദ്യമേ സ്ഥിരീകരിക്കാൻ ഇടവരിക എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മേല് പോലും അധികാരം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ആണയിടുന്ന വ്യക്തി അവനെ തന്നെ എടുത്തു വെക്കുന്ന പോഷത്തരമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ധരിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ആണയിടുന്ന വ്യക്തിയിൽ ആത്മവിശ്വാസത്തിന്റെ അഭാവവും സ്വയ അവബോധത്തിന്റെ കുറവും നമുക്ക് ദർശിക്കാനാകും. ഇങ്ങനെ ചില വ്യക്തമായ കാരണങ്ങളാൽ യേശു വളരെ കർശനമായ രീതിയിൽ തന്നെ തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികള്, തന്റെ അനുയായികളായിട്ടുള്ള വ്യക്തികള് ഈ ആണയിടുന്ന പ്രക്രിയയിലേക്ക് നീങ്ങരുത് എന്ന ശക്തമായ നിലപാടെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് അനുവർത്തിക്കേണ്ട ഒരു സ്വഭാവം എന്നതിനേക്കാൾ തീർത്തും പരിവർജിക്കേണ്ട ഒരു ദുഷ്പ്രവണത എന്ന നിലയിലാണ് ക്രിസ്തുവിന്റെ ദർശനം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.